വൈകിട്ട് 3:45 കാസ സാന്താ മാർത്തയിൽ നിന്നും കാർഡിനൽ എലക്ടേഴ്സ് ഈ വത്തിക്കാൻ പാലസിലേക്ക് എത്തും. പൗളിൻ ചാപ്പലിലേക്ക് എത്തും. ഈ പൗളിൻ ചാപ്പലിൽ നിന്നാണ് അവർ പ്രദക്ഷിണമായി ഈ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തുന്നത്. നമുക്കറിയാം പൗളിൻ ചാപ്പലിന് ഇടയിലും ഈ സിസ്റ്റൈൻ ചാപ്പലിന് ഇടയിലും ഒരു ഹാൾ ഓഫ് ഓണർ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഇത് രണ്ടും ആ ഒരു ഹാൾ ഓഫ് ഓണർ വഴി സെപ്പറേറ്റഡ് ആണ്. ഈ പൗളിൻ ചാപ്പലിന്റെ ഒരു പ്രത്യേകത ഈ അടുത്ത നാളുകളിൽ അതൊന്ന് റിനോവേറ്റ് ചെയ്തതാണ്. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഒരു ഐക്കൺസ് ഉണ്ട്. വിശുദ്ധ പത്രോസ് ലീഹായുടെ ആ ഒരു രക്തസാക്ഷിത്വത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഐക്കൺ, ഒരു മനോഹരമായിട്ടുള്ള ചിത്രം, വിശുദ്ധ പൗലോസ് ലീഹായുടെ ഒരു കൺവേർഷനെ സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ചിത്രം, ഇത് രണ്ടും ഈ പൗളിൻ ചാപ്പലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പൗളിൻ ചാപ്പലിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ പൗളിൻ ചാപ്പലിൽ ഒരു ഒരു ഷോർട്ട് പ്രയർ ഈ കാർഡിനൽ എലക്ടേഴ്സ് നടത്തും. അവിടെ നിന്നും അവർ പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വിശുദ്ധരുടെ ലുത്തിനിയ ഗാനം ആലപിച്ചുകൊണ്ട് അവർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തും. ഇനി ഈ ഒരു പ്രദക്ഷിണത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രദക്ഷിണത്തിന്റെ മുൻവശത്ത് കുരിശ് ഉണ്ടാകും. ഒപ്പം തന്നെ ആ കുരിശിന് ഇരു സൈഡിലുമായി മെഴുകുതിരികൾ ഉണ്ടാവും. അതിന്റെ തൊട്ടു പിന്നിലായി സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജ് നിലയുറപ്പിക്കും. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെറമണി, അതായത് ആർച്ച് ബിഷപ്പ് ഡിയേഗോ റവേലിയാണ് മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെറമണി. അതിന് പിന്നിലായി കാർഡിനൽ കോളേജ്. നമുക്ക് ഈ കാർഡിനൽ കോളേജ് എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് 3 വിഭാഗത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിക്കാൻ സാധിക്കും. ഒന്ന് കാർഡിനൽ ഡീക്കൻസ് എന്ന് പറയുന്ന വിഭാഗം, ഒന്ന് അതിനുശേഷം കാർഡിനൽ പ്രീസ്റ്റ്, കാർഡിനൽ ബിഷപ്പ്. അപ്പോൾ ഈ പൗളിൻ ചാപ്പലിൽ നിന്നും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വരുന്ന ആ ഒരു പ്രദക്ഷിണം, ആ പ്രദക്ഷിണത്തിന്റെ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജ്, മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെറമണി, ഒപ്പം കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള വൈദികരോ ബിഷപ്സോ അവർ അവിടെ നിലയുറപ്പിക്കും. അവരോടൊപ്പം തന്നെ ഈ കാർഡിനൽ കന്തലമാസെ, അദ്ദേഹമാണ് ഈ കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള ഒരു ധ്യാന ചിന്തകളൊക്കെ പങ്കുവയ്ക്കുന്നത്. അവരുടെ പിന്നിലായി ഏറ്റവും ആദ്യം നിലയുറപ്പിക്കുന്നത് ഈ കാർഡിനൽ ഡീക്കൻസ്. ആ കാർഡിനൽ ഡീക്കൻസിന്റെ തൊട്ടുപിറകിൽ കാർഡിനൽ പ്രീസ്റ്റ്, അതിന്റെ പുറകിൽ കാർഡിനൽ ബിഷപ്സ്. ഇനി കാർഡിനൽ ഡീക്കൻസ് എന്ന് പറയുന്നത് വത്തിക്കാനിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉത്തരവാദിത്തം വഹിക്കുന്ന വ്യക്തികൾ, കാർഡിനൽസ് ആണ് കാർഡിനൽ ഡീക്കൻസ് എന്ന പദവിയിലുള്ളത്. നമുക്കറിയാം നമ്മുടെ കാർഡിനൽ ജോർജ് ജേക്കബ് പൂവക്കാടൊക്കെ അദ്ദേഹം കാർഡിനൽ ഡീക്കനാണ്, ജൂനിയർ കാർഡിനൽ ഡീക്കനാണ്. ഈ കാർഡിനൽ പ്രീസ്റ്റ് എന്ന് പറയുന്നത് വിവിധ രൂപതകളുടെ ചുമതലകൾ വഹിക്കുന്ന അല്ലെങ്കിൽ വിവിധ രൂപതകളുടെ അധ്യക്ഷന്മാരായിട്ട് സേവനം ചെയ്യുന്നവരാണ് കാർഡിനൽ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കാർഡിനൽ പോള, ഒപ്പം തന്നെ കാർഡിനൽ ക്ലിമിസ് കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള കാർഡിനൽ പ്രീസ്റ്റ് ആണ്. കാർഡിനൽ ബിഷപ്സ് എന്ന് പറയുന്നത് വത്തിക്കാനിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ചുമതല വഹിക്കുന്നത്, പ്രത്യേകിച്ച് കാർഡിനൽ പിയത്രോ പരോളിൻ, കാർഡിനൽ ടാഗലെ പോലുള്ളവർ. അവരായിരിക്കും ആ പ്രദക്ഷിണത്തിന്റെ ഏറ്റവും പിൻവശത്തായിട്ട് നിലയുറപ്പിക്കുന്നത്. അവർ അങ്ങനെ പ്രദക്ഷിണമായിട്ട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തുന്നു. അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം അവർ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഗാനം ആലപിക്കുന്നു. നമുക്കറിയാം വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമേറിയ ആ ഒരു വളരെ സഭയുടെ പാരമ്പര്യത്തിൽ നമുക്ക് നിരവധി തവണ കാണാൻ സാധിക്കുന്ന ആ ഒരു പരിശുദ്ധാത്മാവെ വരിക എന്നൊരു ഗാനം. തങ്ങളുടെ ആ ഒരു ദൗത്യത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ പരിപൂർണമായിട്ടുള്ള ആ ഒരു ആവാസം, പരിശുദ്ധാത്മാവിന്റെ പരിപൂർണമായ നടത്തിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഗാനം ആലപിക്കുന്നത്. അതിനുശേഷമാണ് ഓത്ത് ഓഫ് സീക്രസി അവിടെ നടക്കുന്നത്. അതിനു മുമ്പായി, ഓത്ത് ഓഫ് സീക്രസിക്ക് മുമ്പായി ഈ കോൺക്ലേവിന് നേതൃത്വം നൽകുന്ന കാർഡിനൽ പിയത്രോ പരോളിൻ പൊതുവായി അദ്ദേഹം ഒരു വാചകങ്ങൾ ഉച്ചരിക്കും. അതായത് ഈ കോൺക്ലേവിന്റെ ആ ഒരു സീക്രസി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം, ഇനി മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വിശ്വസ്തയോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും എന്ന കാർഡിനൽ കോളേജിന് വേണ്ടി അദ്ദേഹം ഒരു വാചകങ്ങൾ പ്രതിജ്ഞാ രൂപത്തിലുള്ള വാചകങ്ങൾ അദ്ദേഹം ഉച്ചരിക്കും. അതിനുശേഷമാണ് ഈ ഓത്ത് ഓഫ് സീക്രസി നടക്കുന്നത്. അപ്പോൾ ഓരോ കാർഡിനലും അവരുടെ ഊഴമനുസരിച്ചാണ് സിസ്റ്റൈൻ ചാപ്പലിന്റെ അൾത്താരയ്ക്ക് മുന്നിലുള്ള ആ ഒരു പരിശുദ്ധ ബൈബിളിൽ കൈകൾ വെച്ചുകൊണ്ട് ഓത്ത് ഓഫ് സീക്രസി എടുക്കും. ഓത്ത് ഓഫ് സീക്രസിയിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സീക്രസി പാലിക്കും, ഒരു രഹസ്യാത്മക സ്വഭാവം കാത്തു സൂക്ഷിക്കും. ഒപ്പം തന്നെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തങ്ങൾ മാർപ്പാപ്പയുടെ ആ ഒരു ദൗത്യം വളരെ വിശ്വസ്തയോടുകൂടി തന്നെ നിറവേറ്റും എന്ന ഒരു കാര്യം കൂടി അവർ ആ ഓത്ത് ഓഫ് സീക്രസിയിൽ ചൊല്ലും.
അതിനുശേഷം മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ സെറമണി എക്സ്ട്രാ ഒമിനീസ് എന്ന് പറയുന്ന കോൺക്ലേവിൽ കോൺക്ലേവുമായി ബന്ധമില്ലാത്തവർ ഈ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പുറത്തു പോകൂ എന്ന് പറയുന്ന എക്സ്ട്രാ ഒമിനീസ് എന്ന് പറയുന്ന ആ ഒരു വാചകം ചൊല്ലും. ആ വാചകം ചൊല്ലി കഴിയുമ്പോൾ ആ സിസ്റ്റൈൻ ചാപ്പലിന്റെ വാതിലടയ്ക്കും. പിന്നീട് സിസ്റ്റൈൻ ചാപ്പലിൽ നിലകൊള്ളുന്നത് ഈ കാർഡിനൽ എലക്ടേഴ്സിനൊപ്പം മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ സെറമണീസും ഒപ്പം തന്നെ ഈ മെഡിറ്റേഷൻ നൽകുന്ന കാർഡിനൽ കന്തലമാസയുമാണ്. അവർ അതിനുശേഷമാണ് ഈ കോൺക്ലേവ് നടക്കുന്ന ഹാളിൽ ഈ കന്തലമാസെ അദ്ദേഹം ഈ മെഡിറ്റേഷൻ നൽകുന്നത്. അദ്ദേഹം മെഡിറ്റേഷൻ നൽകി കഴിഞ്ഞാൽ പിന്നെ ഈ കന്തലമാസയും മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെറമണീസും അവർ ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ പുറത്തേക്ക് പോകും. പിന്നീടാണ് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ആ വോട്ടിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ വോട്ടിംഗ് പ്രോസസ്സിന് മുമ്പ് ഈ കോൺക്ലേവിന് നേതൃത്വം നൽകുന്ന കാർഡിനൽ പിയത്രോ പരോളിൻ വോട്ടിംഗ് ആരംഭിക്കട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി ഇനി ആവശ്യമാണോ എന്ന തരത്തിലുള്ള പൊതുവായിട്ടുള്ള ചോദ്യം കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിനോട് ചോദിക്കും. സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിന് ആരംഭിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് ലഭിക്കുന്നത്. അതിനുശേഷം വോട്ടിംഗ് പ്രോസസ്സ് ആരംഭിക്കും. ഇന്ന് ഒരു വോട്ടിംഗ് ആയിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് ഏകദേശം ഇവിടുത്തെ വത്തിക്കാനിലെ സമയം, പ്രാദേശിക സമയം രാത്രി ഒരു 7 മണിയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും. 7 മണി എന്തായാലും ആഫ്റ്റർ 7 PM എന്നാണ് ഇന്നലെ വത്തിക്കാൻ പ്രസ് ഡയറക്ടർ മറ്റേയോ ബ്രൂണി അറിയിച്ചത്. കാരണം ആദ്യത്തെ ഒരു വോട്ടിംഗ് നടപടിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില കാലതാമസങ്ങൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 7 മണിക്ക് ശേഷം നമുക്ക് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നമുക്ക് ആ ഒരു പുക നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതുവരെയുള്ള അടുത്ത കാലത്തുള്ള കോൺക്ലേവിന്റെ ചരിത്രത്തിലൊന്നും നമുക്ക് ആദ്യത്തെ വോട്ടിങ്ങിൽ ഒരു വൈറ്റ് സ്മോക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം അല്ല. ചിലപ്പോൾ നമുക്ക് വൈറ്റ് സ്മോക്ക് കാണാം, അല്ലെങ്കിൽ കാണാതിരിക്കും. പക്ഷെ സമകാലിക ചരിത്രത്തിലൊന്നും ആദ്യത്തെ വോട്ടിംഗ് ഫസ്റ്റ് ബാലറ്റിൽ ഇതുവരെ ഒരു വൈറ്റ് സ്മോക്ക് നമുക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല. വൈറ്റ് സ്മോക്ക് കാണണമെങ്കിൽ ആദ്യത്തെ വോട്ടിങ്ങിൽ തന്നെ ഒരു 89 ഓളം വോട്ടിംഗ് അല്ലെങ്കിൽ 89ഓളം വോട്ടുകൾ ഒരേ കാർഡിനലിന് തന്നെ ലഭിച്ചെങ്കിൽ മാത്രമേ ആദ്യത്തെ ആ ഒരു വോട്ടിംഗ്, അതായത് ഇന്ന് രാത്രി തന്നെ, ഇന്ന് വത്തിക്കാനിലെ പ്രാദേശിക സമയം രാത്രി 7 മണിക്ക് തന്നെ, 7 മണി കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നമുക്ക് ആ ഒരു വെളുത്ത പുക കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നാളത്തെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നാളെ ഒരു 7:45 രാവിലെ ഒരു 7:45 കൂടിയാണ് കാർഡിനൽസ് കാസ സാന്റാ മാർത്തയിൽ നിന്നും ഈ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 8:15 പരിശുദ്ധ കുർബാന പൗളിൻ ചാപ്പലിൽ അർപ്പിക്കപ്പെടും. അതിനുശേഷം 9:15 സിസ്റ്റൈൻ ചാപ്പലിൽ ഒരു പ്രഭാത പ്രാർത്ഥന ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വോട്ടിംഗ് നടപടികളിലേക്ക് കടക്കുന്നത്. രാവിലത്തെ വോട്ടിംഗ് സെഷനിൽ നാളെ രാവിലെ നടക്കുന്ന ആ ഒരു ഫസ്റ്റ് ബാലറ്റിൽ നമുക്ക് മാർപ്പാപ്പയെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഏകദേശം രാവിലെ ഒരു 10:30 ശേഷം, ഒരു 10:30 നമുക്ക് ഒരു വെളുത്ത പുക നമുക്ക് കാണാൻ സാധിക്കും. ഇനി രാവിലത്തെ വോട്ടിങ്ങിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. ഇനി സെക്കൻഡ് വോട്ടിങ്ങിലേക്ക് കിടക്കും. ഓർക്കുക, ഒരു ദിവസം 4 വോട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഉച്ചയ്ക്ക് മുമ്പ് 2 വോട്ടിംഗ്, ഉച്ചയ്ക്ക് ശേഷം 2 വോട്ടിംഗ്. അപ്പോൾ രാവിലത്തെ വോട്ടിങ്ങിലും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. ഉച്ചയ്ക്ക് മുമ്പുള്ള അവസാനത്തെ സെഷനിലും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉച്ചയ്ക്ക് ഏകദേശം 12-നും 12:30 ഇടയിലും നമുക്ക് പോപ്പ് അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് സ്മോക്ക് കാണാൻ സാധിക്കും, മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തില്ല എങ്കിൽ. ഇനി ഉച്ചക്കത്തെ അവസാനത്തെ സെഷനിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ സാധിച്ചുവെങ്കിൽ 12-നും 12:30 ഇടയിൽ നമുക്ക് ആ വൈറ്റ് സ്മോക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം 12:30 കാർഡിനൽസ് ഉച്ചഭക്ഷണത്തിനായി പിരിയും. പിന്നീട് അവർ വൈകിട്ട് ഏകദേശം 3:45 പിന്നീട് വീണ്ടും കാസ സാന്റാ മാർത്തയിൽ നിന്നും ഈ അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക്, സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തുന്നത്. 3:45 എത്തുന്നവർ ഏകദേശം ഒരു 4:30 തന്നെ അടുത്ത ഉച്ച കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വോട്ടിംഗ് ആരംഭിക്കും. അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഏകദേശം വത്തിക്കാനിലെ പ്രാദേശിക സമയം വൈകിട്ട് ഒരു 5:30-നും 6 മണിക്കും ഇടയിൽ നമുക്ക് വൈറ്റ് സ്മോക്ക് കാണാൻ സാധിക്കും. ഇനി ആ വോട്ടിങ്ങിലും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഉച്ച കഴിഞ്ഞത്തെ രണ്ടാമത്തെ സെക്ഷൻ ഓഫ് വോട്ടിങ്ങിലേക്ക് കാർഡിനൽസ് കടക്കും. അതിന്റെ റിസൾട്ട് നമുക്ക് വത്തിക്കാനിലെ പ്രാദേശിക സമയം രാത്രി ഒരു 7 മണിക്ക് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ വെളുത്ത പുക നമുക്ക് കാണാൻ സാധിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് വത്തിക്കാനിലെ പ്രാദേശിക സമയമാണ്. രാവിലെ 10:30, ഉച്ചയ്ക്ക് ഒരു 12-നും 12:30 ഇടയിലുള്ള സമയം, വൈകിട്ട് 5:30, രാത്രി 7 മണി. ഇനി ഒരു ദിവസത്തെ ഒരു വോട്ടിങ്ങിലും മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എങ്കിൽ നമുക്ക് ബ്ലാക്ക് സ്മോക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12-നും 12:30 ഇടയിലുള്ള ഒരു സമയം, രാത്രി 7 മണി.
ഇങ്ങനെയാണ് ഈ ഒരു ടൈമിങ്ങിലാണ് നമുക്ക് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകേണ്ടത്. ഇതൊരു ഏകദേശം ഒരു ടൈമിംഗ് ആണ്. നമുക്ക് കോൺക്ലേവിനുള്ളിൽ നടക്കുന്ന ആ ഒരു നടപടിക്രമങ്ങൾ അനുസരിച്ച് അത് ചിലപ്പോൾ അത് ചിലപ്പോൾ കുറെ കൂടി ദീർഘിക്കാൻ സാധ്യതയുണ്ട്, കുറെ കൂടി നേരത്തെ ആകാനും സാധ്യതയുണ്ട്. മുൻ കോൺക്ലേവുകളുടെ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് ഈ ഒരു ടൈമിങ് വിലയിരുത്തുന്നത്. ഇന്നലെ വത്തിക്കാനിലെ പ്രസ് ഡയറക്ടർ മത്തേയോ ബ്രൂണി ഈ ഒരു ടൈമിംഗ് ആണ് മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ചത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു വോട്ടിംഗ് പ്രോസസ്സ് മുന്നോട്ട് പോവുക. ഇനി തുടർച്ചയായിട്ട് ഈ ഒരു വോട്ടിംഗ് നടന്ന് ഒരു 3 ദിവസം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ബ്രേക്ക് കാർഡിനൽസ് എടുക്കും. അതിനുശേഷം ഒരു ധ്യാന ചിന്തകൾ കർദിനാൾ തിരുസംഘത്തിന്റെ പ്രോട്ടോ ഡീക്കൻ കാർഡിനൽ ഡൊമിനിക് അദ്ദേഹം പങ്കുവയ്ക്കും. അതിനുശേഷം വോട്ടിംഗ് തുടരും. ഇത്തരത്തിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇനി 1846 മുതൽ നമ്മൾ 2025 വരെയുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 12ഓളം മാർപ്പാപ്പമാർ കത്തോലിക്ക സഭയുടെ പരമാചാര്യ പദവിയിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ 2 മുതൽ ഏകദേശം 5 വരെ ദിനങ്ങളാണ് ഈ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുവാൻ കോൺക്ലേവുകൾ എടുത്തത്. അതിനാൽ തന്നെ നമുക്ക് ഒരു 5 ദിനത്തിൽ കൂടുതൽ പോകില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ വർഷങ്ങൾ നീണ്ട 1000-ലധികം ദിവസങ്ങളൊക്കെ നീണ്ട കോൺക്ലേവുകൾ നടന്നിട്ടുണ്ട്. 1268 മുതൽ 1271 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രിഗരി 10-ാമൻ മാർപ്പാപ്പയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാലഘട്ടത്തിലൊക്കെ 1000-ലധികം ദിവസങ്ങൾ നീണ്ടുനിന്ന കോൺക്ലേവുകളുണ്ട്. അതിനുശേഷമാണ് ഈ കോൺക്ലേവ് എന്നൊരു കൺസെപ്റ്റ് തന്നെ ഗ്രിഗരി 10-ാമൻ മാർപ്പാപ്പ കൊണ്ടുവന്നത്. കാരണം ആ ദിവസങ്ങൾ നീണ്ടുനിന്ന ആ ഒരു കോൺക്ലേവിന്റെ ചരിത്രം പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കംക്ലേവ് വിത്ത് പീസ് എന്നൊക്കെ അറിയപ്പെടുന്ന കോൺക്ലേവ് എന്നൊരു കൺസെപ്റ്റ് വന്നത്. നമുക്കറിയാം ഗ്രിഗരി 10-ാമന്റെ കാലഘട്ടത്തിലൊക്കെ 1000 ദിവസങ്ങൾ നീണ്ടിട്ടും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ കോൺക്ലേവിന് സാധിക്കാതെ വന്നപ്പോൾ അന്നത്തെ ഇറ്റലിയിലെ വിറ്റെർബോ ആ ഒരു മേഖലയിലാണ് അന്ന് കോൺക്ലേവ് ഒക്കെ നടന്നത്. അന്നത്തെ ജനങ്ങൾ അന്ന് കോൺക്ലേവിൽ വന്നിരിക്കുന്ന കാർഡിനൽസിന്റെ ഒക്കെ ഫുഡൊക്കെ ലിമിറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ബ്രെഡ് വാട്ടർ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ലിമിറ്റ് ചെയ്തു. അതൊക്കെയാണ് ചരിത്രത്തിൽ പല കൗതുകകരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മണിക്കൂറുകൾ മാത്രം നീണ്ട കോൺക്ലേവും നടന്നിട്ടുണ്ട്. 1503 ഒക്ടോബർ മാസത്തിൽ നടന്ന ജൂലിയസ് 2-ാമൻ മാർപ്പാപ്പയൊക്കെ തിരഞ്ഞെടുത്ത മണിക്കൂറുകൾ മാത്രം നീണ്ട ഒരു കോൺക്ലേവുകളൊക്കെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിസ്റ്റൈൻ ചാപ്പലിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ സിസ്റ്റൈൻ ചാപ്പലിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ 1492 മുതൽ സിസ്റ്റൈൻ ചാപ്പലിൽ കോൺക്ലേവുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ 1868 മുതലുള്ള കാലഘട്ടത്തിലാണ് സിസ്റ്റൈൻ ചാപ്പൽ ഒരു പെർമനന്റ് ആയിട്ട് ആ ഒരു കോൺക്ലേവിന്റെ ഒരു ഒഫീഷ്യൽ പെർമനന്റ് ആയിട്ട് കോൺക്ലേവുകൾ നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച യൂണിവേഴ്സിറ്റി ഡൊമിനിജി ഗ്രേസീസ് എന്ന് പറയുന്ന 1996 ഫെബ്രുവരി മാസം പുറപ്പെടുവിച്ച ആ ഒരു അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് കോൺക്ലേവിനെ സംബന്ധിച്ചുള്ള ചില നിബന്ധനകൾ, അതിന്റെ ചട്ടവട്ടങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ അത് സിസ്റ്റൈൻ ചാപ്പൽ കോൺക്ലേവിന്റെ ഒരു ഒഫീഷ്യൽ ഇടമായിരിക്കുമെന്ന് അതിന്റെ അകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. നമുക്ക് സിസ്റ്റൈൻ ചാപ്പൽ അറിയാം, മൈക്കൽ ആഞ്ചലോയുടെ മനോഹരമായിട്ടുള്ള പെയിന്റിങ്ങുകളൊക്കെയുള്ള ആ സിസ്റ്റൈൻ ചാപ്പൽ, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ വത്തിക്കാൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ വോട്ട് ചെയ്യുന്നത് നമുക്കിനി സിസ്റ്റൈൻ ചാപ്പലിന്റെ വോട്ടിംഗ് അത് ഏത് ക്രമത്തിലായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഒരു ക്രമത്തിൽ തന്നെയായിരിക്കും സിസ്റ്റൈൻ ചാപ്പലിലെ വോട്ടിംഗ് ആ ഒരു ക്രമം പോകുന്നത്. ആദ്യം കാർഡിനൽ ബിഷപ്സ്, കാർഡിനൽ പിയത്രോ പരോളിൻ, കാർഡിനൽ ടാഗ്ലെ പോലുള്ള സുപ്രധാനമായിട്ടുള്ള പദവികൾ വഹിക്കുന്ന കാർഡിനൽ, അതിനുശേഷം കാർഡിനൽ പ്രീസ്റ്റ്. നമുക്ക് ഏകദേശം അതിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള കാർഡിനൽ ജോർജ് ജേക്കബ് പൂവക്കാട് പിതാവ്, അദ്ദേഹം ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ വോട്ട് നിർവഹിക്കുന്നത്. ജൂനിയർ കാർഡിനൽ ഡീക്കനാണ്. 133-ാമതായിട്ടാണ് അദ്ദേഹം വോട്ടിംഗ് നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കാർഡിനൽ ആന്റണി പോൾ, അദ്ദേഹം 81-ാമതായിട്ടാണ് അദ്ദേഹം വോട്ടിംഗ് നിർവഹിക്കുന്നത്. കാർഡിനൽ ക്ലിമിസ് കാതോലിക്ക ബാവ, അത് 28-ാമതായിട്ടാണ് അദ്ദേഹം തന്റെ വോട്ടവകാശം കോൺക്ലേവിൽ വിനിയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം കാർഡിനൽ ബിഷപ്സ്, പിന്നീട് കാർഡിനൽ പ്രീസ്റ്റ്, പിന്നീട് കാർഡിനൽ ഡീക്കൻ എന്നീ ക്രമത്തിലായിരിക്കും സിസ്റ്റൈൻ ചാപ്പലിൽ ആ ഒരു വോട്ടെടുപ്പ് പുരോഗമിക്കുക. ഇനി സിസ്റ്റൈൻ ചാപ്പലിന്റെ ആ വോട്ടിംഗ് ക്രമങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ കോൺക്ലേവിന്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ എങ്ങനെ വന്നിട്ടുണ്ട് എന്ന് നോക്കാം. നമുക്കറിയാം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു കോൺക്ലേവ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 133ഓളം ഒരു കാർഡിനൽ എലക്ടേഴ്സ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. 2015-ലും 2005-ലും 2013-ലും 115 കാർഡിനൽ എലക്ടേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഏറ്റവും സമകാലിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാർഡിനൽ എലക്ടേഴ്സ് പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് ഒപ്പം തന്നെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കോൺക്ലേവ് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 71ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കാർഡിനൽസ്, ഇതുവരെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളിൽ നിന്നും റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. ഹെയ്റ്റി, മംഗോളിയ, മ്യാൻമാർ, സിംഗപ്പൂർ, ടിമോർ ലെസ്റ്റെ പോലുള്ള, ലക്സംബർഗ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്. അപ്പൊ എടുത്തു പറയേണ്ടത്
വളരെയധികം കത്തോലിക്ക സമൂഹം പ്രബലമായിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഇക്കുറി കോൺക്ലേവിലേക്ക് റെപ്രസെന്റേഷൻ ഇല്ല എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് അയർലൻഡ്, വിയറ്റ്നാം, ലെബനോൺ അങ്ങനത്തെ മേഖലകളിൽ നിന്നും ഇത്തവണ ഒരു റെപ്രസെന്റേഷൻ വന്നിട്ടില്ല. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള വളരെ വളരെ വലിയൊരു ഒരു കോൺക്ലേവ് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കോൺക്ലേവുകളുടെ അല്ലെങ്കിൽ സഭയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ യൂറോപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 53ഓളം കാർഡിനൽസ് ആണ് യൂറോപ്പിൽ നിന്നുള്ളത്. അതിൽ 17 പേർ ഇറ്റലിയിൽ നിന്നാണ്, 5 പേർ ഫ്രാൻസിൽ നിന്ന് വരുന്നു, 5 പേർ സ്പെയിനിൽ നിന്ന് വരുന്നു. ഇനി മറ്റൊരു ഏറ്റവും കൂടുതൽ കാർഡിനൽസിനെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം അമേരിക്കയാണ്. 10ഓളം പേർ അമേരിക്കയിൽ നിന്നുണ്ട്. അമേരിക്ക, കാനഡ മേഖലയിൽ നേടി 14ഓളം കാർഡിനൽസ് ആണുള്ളത്. ഇന്ത്യയിൽ നിന്നും 23, ഏഷ്യയിൽ നിന്നും 23ഓളം കാർഡിനൽസ് ആണുള്ളത്. അത് ഇന്ത്യയിൽ നിന്നും 4 പേരാണുള്ളത്. കാർഡിനൽ പൂള, ഒപ്പം തന്നെ കാർഡിനൽ ഫിലിപ്പ് നേരി ഫെറാവോ, ഒപ്പം കേരളത്തിൽ നിന്നും കാർഡിനൽ ക്ലെമീസ് കാതോലിക്ക ബാവ, ഒപ്പം തന്നെ കാർഡിനൽ ജോർജ് ജേക്കബ് കോക്കാട് ഉൾപ്പെടെ 4 പേരാണ് ഇന്ത്യയിൽ നിന്നും ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഓഷ്യാന മേഖലയിൽ നിന്നും 4 പേർ. നമുക്കറിയാം കാർഡിനൽ കോളേജിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള കാർഡിനൽ ബൈച്ചുക, അദ്ദേഹം 45 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ അംഗമാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹം ഓഷ്യാന മേഖലയിൽ നിന്നാണ്. 4 പേരാണ് ഓഷ്യാന മേഖലയിൽ നിന്നുള്ളത്. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ലോകത്തിന്റെ അതിർത്തികളിൽ നിന്നും നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ലോകത്തിന്റെ അദ്ദേഹം 2013 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: എന്റെ സഹ കാർഡിനൽസ് ലോകത്തിന്റെ അതിർത്തികളിലേക്ക് വരെ പോകേണ്ടി വന്നു ഒരു മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ തമാശ രൂപേണ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ലോകത്തിന്റെ അതിർത്തികളിൽ നിന്നാണ് ഇത്തവണത്തെ കാർഡിനൽ കോളേജിൽ നിന്നും കാർഡിനൽസ് എത്തുന്നത്, കോൺക്ലേവിൽ പങ്കെടുക്കാൻ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നത് എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺക്ലേവ് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ ഇരിപ്പിടങ്ങളുടെ ഒക്കെ ക്രമീകരണത്തിന്റെ വിഷ്വൽസ് ഒക്കെ ഈ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് അതിന്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പോകുന്നത് എന്ന് ശ്രീ നമുക്ക് പറയേണ്ടി ജോർജി വരും. ജോസ്, അങ്ങേക്ക് അവിടെ നിന്ന് മഴ പെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു? അങ്ങേക്ക് അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു അവിടെ? ഇപ്പോൾ ഓക്കെ റോബിൻ, നിലവിൽ അത്ര ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞാൻ മാറി നിൽക്കേണ്ട ആ ഒരു സമയം പറയുമ്പോൾ പറയാം റോബിൻ. ഓക്കെ, പിന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്നു അങ്ങ് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി നിരവധി മാധ്യമ പ്രവർത്തകർ അവിടെ വന്നു ചേർന്നിട്ടുണ്ട് എന്ന്. എങ്ങനെയാണ് ഒരു മാധ്യമ ബാഹുല്യവും ജനങ്ങളുടെ അങ്ങോട്ടുള്ള ഒഴുക്കും? കാരണം ഒരു കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണല്ലോ. എങ്ങനെയാണ് അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഓക്കെ, ഞാൻ ശരിക്കും റോബിൻ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് തിരിക്കാൻ അപ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ മാധ്യമങ്ങളുടെ ആ ഒരു ശ്രദ്ധ എത്രത്തോളം ഉണ്ട്, മാധ്യമങ്ങൾ എത്രത്തോളം എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മാധ്യമങ്ങൾക്കായി പ്രത്യേകം അലൗട്ട് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ നമുക്കൊരു സൂചി കുത്താൻ പോലും ഇടമില്ല. അവിടെ പ്രമുഖ മാധ്യമങ്ങൾ CNN, AP, ഒപ്പം തന്നെ റോയിട്ടേഴ്സ്, BBC പോലുള്ള മാധ്യമങ്ങൾ ഇപ്പൊ അല്പസമയം മുമ്പ് ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു മുമ്പ് ഈ വത്തിക്കാൻ ചിത്രത്തിൽ ലൈവ് റിപ്പോർട്ടിങ്ങുമായിട്ട് നിരവധി മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അല്പം ചെറിയ തോതിൽ ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മൾ ഏകദേശം ഒരാഴ്ചക്ക് മുകളിലായി നമ്മളിപ്പോൾ വത്തിക്കാനിൽ വന്നിട്ട്. പക്ഷേ നമുക്ക് മാർപ്പാപ്പയുടെ ഫ്യൂണറലിന്റെ സമയത്ത് പോലും ഇത്രയും വലിയൊരു ഒരു മാധ്യമ കട നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ പുതിയ മാർപ്പാപ്പയെ മാത്രമല്ല റോബിൻ, ഞാൻ ഇന്നലെ ഈ വത്തിക്കാന്റെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചു. ഇതിന്റെ പരിസരത്തുള്ള ചില കെട്ടിടങ്ങൾ അവിടെയൊക്കെ ഒന്ന് കയറാൻ അവസരം ലഭിച്ചു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല കെട്ടിടത്തിന്റെയും മുകളിൽ ഓൾറെഡി ഇന്റർനാഷണൽ മീഡിയാസ് അവരുടെ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ലോങ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വത്തിക്കാൻ ചത്തുരം ഒരു ബാക്ക്ഡ്രോപ്പിൽ കിട്ടി അവിടെ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പം AP പോലുള്ള അങ്ങനെ റോയിട്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വത്തിക്കാൻ ചത്തുരത്തിൽ നല്ലൊരു വ്യൂ കിട്ടുന്ന ചില മേഖലകളുണ്ട്, ചില കെട്ടിടങ്ങളുണ്ട്, തൊട്ടടുത്തുള്ള ചില കെട്ടിടങ്ങൾ. സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്ത് അവിടെ വളരെയധികം ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ക്യാമറകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ, ഒരു ടെക്നിക്കൽ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ഒരു റിപ്പോർട്ടിങ്ങിന് വേണ്ടി. നമുക്കറിയാം ചരിത്രത്തിൽ തന്നെ നിർണായകമായിട്ടുള്ള ഒരു നിമിഷമാണ്. നമ്മൾ 2000 വർഷത്തെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ 266 തവണയാണ് ഈ ഒരു മൊമെന്റ് ആവർത്തിക്കപ്പെട്ടത്. അപ്പോൾ ഇനി
മുന്നൂറ്റി ആ ഒരു മൊമെന്റ് ഒപ്പിയെടുക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും വിവിധ ഭാഗങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നു ഒരു അനൗദ്യോഗിക കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം 4000-നും 5000-നും ഇടയിൽ മാധ്യമ പ്രവർത്തകർ തന്നെ ഇവിടെ ഈ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഈവന്റിന്, അതായത് കോൺക്ലേവിന് ഒപ്പം തന്നെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു കാര്യത്തില് ഒക്കെ എത്രത്തോളം ഒരു പ്രാധാന്യമാണ് ലോക മാധ്യമങ്ങൾ നൽകുന്നത് എന്നതിന്റെ ഒരു നേർദൃഷ്ടാന്തം തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ദൃശ്യങ്ങളൊക്കെ. ഒപ്പം തന്നെ ഇന്നു മുതൽ പ്രത്യേകം ഒരു കർശന സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജനങ്ങളുടെ ഒത്തിരി വലിയൊരു ഒഴുക്ക് നമുക്കിപ്പോ കാണാൻ സാധിക്കുകയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വത്തിക്കാൻ സമയം ഏകദേശം രാവിലെ 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഈ ഒരു സമയത്ത് വളരെയധികം ക്രൗഡഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മഴയുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. അതിനാൽ തന്നെ പക്ഷെ രാവിലെ അത്ര വലിയ തിരക്ക് കാണുന്നില്ല. കാരണം സെക്യൂരിറ്റി സംവിധാനം കുറെ കൂടി ഒന്ന് കർശനമാക്കിയിട്ടുണ്ട്. കാരണം കോൺക്ലേവുമായി ബന്ധപ്പെട്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ വത്തിക്കാൻ ഗവർണറേറ്റ് ഇന്നലെ ഒരു അറിയിപ്പ് നൽകിയിരുന്നു. ഈ വത്തിക്കാനുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിലെ ആ ഒരു മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് അത് ജാം ചെയ്യും, അത് ഡീആക്ടിവേറ്റ് ചെയ്യും എന്നൊരു കാര്യം. പക്ഷെ നമുക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അത് പ്രശ്നമില്ല. കാരണം ഇവിടെ ജനങ്ങളൊക്കെ വന്നു കൂടുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ ഈ ജനങ്ങൾ ഈ പറയുന്നത് പോലെ ഈ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ജനങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ റോബിൻ, നമുക്കിനി ഈ കോൺക്ലേവിനുള്ളിലെ ആ ഒരു വോട്ടിംഗ് അത് എങ്ങനെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് കോൺക്ലേവിനുള്ളിലെ ആ ഒരു വോട്ടിങ്ങിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് പ്രീ സ്ക്രൂട്ടനി ഫേസ്, പോസ്റ്റ് സ്ക്രൂട്ടനി ഫേസ്. ഈ പ്രീ സ്ക്രൂട്ടനി ഫേസിലാണ് ഈ ബാലറ്റുകൾ കാർഡിനൽ എലക്ടേഴ്സിന് വിതരണം ചെയ്യുന്നത്. ഈ ബാലറ്റുകൾ കാർഡിനൽ എലക്ടേഴ്സിന് വിതരണം ചെയ്യുന്നത് സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജ്, ഒപ്പം തന്നെ മാസ്റ്റേഴ്സ് ഓഫ് ദി പൊന്തിഫിക്കൽ സെറമണീസ്, ഇവർ ചേർന്നാണ് ബാലറ്റുകൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു വോട്ടിങ്ങിൽ 2-3 ബാലറ്റുകൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽ എലക്ടേഴ്സിന് ഇവർ വിതരണം ചെയ്യും. ഇനി ആ ഒരു ബാലറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഒപ്പം തന്നെ അത് നമുക്ക് രണ്ടായിട്ട് ആ ഒരു ബാലറ്റ് നമുക്ക് മടക്കാൻ സാധിക്കും. അതിന്റെ അപ്പർ ഹാഫിൽ അതിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്, എലീഗോ ഇൻ സുമും പൊന്തിഫിസേം, അതായത് ഞാൻ ഇന്നയാളെ റോമൻ സഭയുടെ പരമാചാരനെ എലക്ട് ചെയ്യുന്നു എന്ന അർത്ഥം വരുന്ന ഒരു വാചകമാണ്. അത് അതിന്റെ ആ ബാലറ്റിന്റെ അപ്പർ ഹാഫിൽ എഴുതിയിട്ടുണ്ട്. ലോവർ ഹാഫിലാണ് കാർഡിനൽ എലക്ടേഴ്സിന് തങ്ങൾ ആഗ്രഹിക്കുന്ന കാർഡിനലിന്റെ പേര് എഴുതാൻ അവസരം സാധിക്കുന്നത്. അത് വളരെ ലെജിബിളായി എന്നാൽ തങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ എഴുതണമെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച അപ്പോസ്തലിക കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി ഡൊമിനിച്ചി ഗ്രേജിസിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാലറ്റ് വിതരണം ചെയ്യുന്നത് സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജ്, ഒപ്പം തന്നെ മാസ്റ്റർ ഓഫ് ദി പൊന്തിഫിക്കൽ സെറമണീസ്. ഇത് ആദ്യഘട്ടത്തിൽ നടക്കും. ഈ ആദ്യഘട്ടത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഈവന്റ് ഉണ്ട്. 9ഓളം കാർഡിനൽസിനെ വിവിധ ദൗത്യങ്ങൾക്കായി തെരഞ്ഞെടുക്കും. അതിന് നേതൃത്വം നൽകുന്നത്, ആ തെരഞ്ഞെടുപ്പ് അത് ലോട്ട് വഴിയാണ് എടുക്കുന്നത്, ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ജൂനിയർ കാർഡിനൽ ഡീക്കനാണ്. ഒരുപക്ഷെ നമ്മുടെ കാർഡിനൽ കോളേജിലെ ഏറ്റവും ജൂനിയർ കാർഡിനൽ ഡീക്കൻ എന്ന് പറയുന്ന കാർഡിനൽ കോക്കാട് പിതാവാണ്. ഒരുപക്ഷെ കോക്കാട് പിതാവായിരിക്കും അതിന് നേതൃത്വം നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ലോട്ട് വഴി 9ഓളം കാർഡിനൽസിനെ തെരഞ്ഞെടുക്കും. ഇവരെ 3 ഗ്രൂപ്പുകളായി തിരിക്കും. ആദ്യത്തെ 3 പേർ സ്ക്രൂട്ടനൈസ് എന്ന ഒരു വിഭാഗത്തിൽ പെടും. ഇവരാണ് ആ വോട്ടിംഗ് അല്ലെങ്കിൽ ബാലറ്റുകൾ എണ്ണുക, ബാലറ്റുകളുടെ പേര് പരിശോധിക്കുക എന്ന ആ ഒരു കർമ്മത്തിന്, ആ ഒരു കാര്യത്തിന് നേതൃത്വം നൽകുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ്, അവരുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്, ചില കാർഡിനൽസ് ഒരുപക്ഷെ കാസ സാന്താ മാർത്തയിൽ നിന്നും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത കാർഡിനൽസ് ഉണ്ട്, അവരുടെ രോഗാവസ്ഥയൊക്കെ മൂലം. അപ്പോൾ അവരുടെ പക്കലേക്ക്, അതായത് കാസ സാന്താ മാർത്തയിൽ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വോട്ട് ബാലറ്റിൽ രേഖപ്പെടുത്തി ആ ബാലറ്റ് കളക്ട് ചെയ്ത് തിരിച്ച് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന ഈ കാർഡിനൽസിനുള്ളത്. ഈ 3ാമത്തെ കാർഡിനൽസിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതിൽ 3 പേരാണുള്ളത്. അത് റിവേഴ്സസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഗണത്തിലുള്ള കാർഡിനൽസ് ചെയ്ത കാര്യങ്ങളുടെ ഒരു കൃത്യത, വിശ്വാസ്യത, ആധികാരികത ഉറപ്പുവരുത്തുക എന്നതാണ് റിവേഴ്സസിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ 9 കാർഡിനൽസിനെ തെരഞ്ഞെടുക്കുന്നു. അത് ലോട്ട് വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. അതിന്റെ ഒരു ക്രമം എന്ന് പറയുന്നത്, ആദ്യം എടുക്കുന്ന 3 പേർ സ്ക്രൂട്ടനൈസ്, രണ്ടാമത് എടുക്കുന്ന 3 സെറ്റ് കാർഡിനൽസ് അവർ ഈ രോഗികളായിട്ടുള്ളവരുടെ ബാലറ്റുകൾ കളക്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ, മൂന്നാമത് എടുക്കുന്ന 3 സെറ്റ് 3 പേർ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് റിവേഴ്സസ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യമാണ് അവർക്കുള്ളത്. പിന്നെ അതിനുശേഷം ഈ ബാലറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ
അതിനുശേഷം ഈ ബാലറ്റുകൾ വിതരണം ചെയ്ത സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജ്, ഒപ്പം തന്നെ മാസ്റ്റേഴ്സ് ഓഫ് ദി പൊണ്ടിഫിക്കൽ സെറം, അവർ പിന്നെ സിസ്റ്റൈൻ ചാപ്പലിന്റെ പുറത്തേക്ക് പോകും. കാരണം വോട്ടിംഗ് നടക്കുന്ന സമയത്ത് സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ കാർഡിനൽ എലക്ടേഴ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഈ വോട്ട് ചെയ്യുന്ന കാർഡിനൽ എലക്ടേഴ്സ് അവർ ആ ബാലറ്റിന്റെ ലോവർ ഹാഫിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം അത് രണ്ടായി മടക്കുന്നു. പിന്നെ അവരുടെ ക്രമത്തിൽ, ഞാൻ നേരത്തെ ആ ഒരു ക്രമം പറഞ്ഞിരുന്നു, ആദ്യം കാർഡിനൽ ബിഷപ്പ്, കാർഡിനൽ പ്രീസ്റ്റ്, കാർഡിനൽ ഡീക്കൻ, അങ്ങനെ ആ ഒരു ക്രമത്തിലാണ് അവർ ആ സിസ്റ്റൈൻ ചാപ്പലിന്റെ മുന്നിലെ ആ ഒരു അൾത്താരയുടെ സമീപത്തായി സ്ഥിതി ചെയ്തിരിക്കുന്ന ആ ഒരു പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. അവിടെ ഒരു ബോക്സ് ക്രമീകരിച്ചിരിക്കും, ബാലറ്റ് നിക്ഷേപിക്കാനുള്ള ഒരു ബോക്സ് ക്രമീകരിച്ചിരിക്കും. അപ്പോൾ അവർ ഇങ്ങനെയാണ് അത് ആ ബോക്സിൽ ബാലറ്റ് നിക്ഷേപിക്കാൻ വരുന്നത്. അതായത് ആ മടക്കി പിടിച്ച ബാലറ്റ് കൈകളിൽ ഉയർത്തിപ്പിടിക്കുന്നു. അതിനുശേഷം അവർ ആ അൾത്താരയുടെ സമീപത്തുള്ള ആ മേശയുടെ സമീപത്ത് വരുന്നു. അതിനുശേഷം അവരൊരു വാചകം ചൊല്ലുന്നുണ്ട്. ഒരു തങ്ങൾ ആ വോട്ട് ചെയ്തത്, അത് ദൈവം തങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ വോട്ട് ചെയ്തത് എന്ന അർത്ഥം വരുന്ന ആ ഒരു വാചകം അവർ ഏറ്റുചൊല്ലി ആ ബാലറ്റ് ആ ഒരു ബോക്സിനുള്ളിൽ നിക്ഷേപിക്കുന്നു. ആ മേശയ്ക്ക് സമീപം സ്ക്രൂട്ടനൈസ് ആയിട്ടുള്ള 3 കാർഡിനൽസ് നിലയുറപ്പിച്ചിട്ടുണ്ടാകും. അതിനുശേഷം അവർ അൾത്താരയുടെ സമീപം വണങ്ങി അവർ തിരിച്ച് അവരുടെ ഇരിപ്പിടത്തിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് ആ ഒരു വോട്ടിംഗ് ക്രമം പുരോഗമിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, ഇനി നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാസ സാന്താ മാർത്തയിൽ രോഗികളായിട്ടുള്ള കാർഡിനൽസ് ഉണ്ട്. അവരുടെ വോട്ട് കളക്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്. അതായത് ഈ സിസ്റ്റൈൻ ചാപ്പലിൽ മറ്റൊരു ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ടാവും. ആ ബോക്സ് തുറന്ന് അത് എംപ്റ്റി ആണ് എന്ന് അവിടെ സന്നിഹിതരായിട്ടുള്ളവരെ ബോധ്യപ്പെടുത്തും. അതിനുശേഷം അത് ബോക്സ് അടയ്ക്കും, അത് ലോക്ക് ചെയ്യും. അതിന്റെ താക്കോൽ സിസ്റ്റൈൻ ചാപ്പലിന്റെ അൾത്താരയ്ക്ക് സമീപമായി വെക്കും. പിന്നെ ആ ഒരു പെട്ടിയും ബാലറ്റുകളുമായിട്ട് ഈ രോഗികളായിട്ടുള്ള കാർഡിനൽസിന്റെ അടുത്ത് നിന്നും വോട്ട് കളക്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട കാർഡിനൽ സിസ്റ്റൈൻ ചാപ്പലിന്റെ പുറത്തേക്ക് പോകും. ഓർക്കുക, ഈ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ സിസ്റ്റൈൻ ചാപ്പലിന്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്നത് ഈ രോഗികളായിട്ടുള്ള കാർഡിനൽസിന്റെ അടുത്ത് നിന്നും ഈ ബാലറ്റ് കളക്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട കാർഡിനൽസിന് പുറത്തേക്ക് പോകാനും ആ ബാലറ്റ് കളക്ട് ചെയ്ത് തിരിച്ചകത്തേക്ക് കയറാൻ വേണ്ടി മാത്രമാണ് സിസ്റ്റൈൻ ചാപ്പലിന്റെ വാതിൽ പിന്നീട് തുറക്കുന്നത്. പിന്നെ അവിടെ കാസ സാന്താ മാർത്തയിൽ എത്തുന്നു. അവരും ഈ പറയുന്നത് പോലെ ആ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ആ ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തി ആ ബോക്സിനുള്ളിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം ഈ കാർഡിനൽസ് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് തിരിച്ചു വരുന്നു. ആ ബാലറ്റിനുള്ളിലെ ആ ബാലറ്റുകളുടെ എണ്ണം ടാലി ചെയ്യുന്നു. അതായത് രോഗികളായിട്ടുള്ള കാർഡിനൽസിന്റെ എണ്ണവും ഈ ബാലറ്റുകളുടെ എണ്ണവും തമ്മിൽ ടാലി ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം ബാക്കി സിസ്റ്റൈൻ ചാപ്പലിൽ സന്നിഹിതരായിട്ടുള്ള കാർഡിനൽസ് നിക്ഷേപിച്ച ആ ബോക്സിലേക്ക് ഈ ബാലറ്റുകൾ നിക്ഷേപിക്കുന്നു. ഇനി അടുത്ത ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. അതായത് കൗണ്ടിംഗ് സ്റ്റേജിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ കൗണ്ടിംഗ് പ്രോസസ്സിന് നേതൃത്വം നൽകുന്നത് സ്ക്രൂട്ടനൈസ് ആയിട്ട് സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട കാർഡിനൽസ് ആണ്. ഈ കൗണ്ടിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഈ ഒരു ബോക്സിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് അത് എടുക്കുന്നു, അതൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നു, അതായത് ഒന്ന് മിക്സ് ചെയ്യുന്നു. കാരണം അത് അതിന്റെ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി അതൊന്ന് മിക്സ് ചെയ്യുന്നു, അത് കുലുക്കുന്നു, അത് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ബാലറ്റുകൾ എടുക്കുന്നു, അതിന്റെ എണ്ണം കൃത്യമായി ടാലി ആകുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതായത് കാർഡിനൽ കോൺക്ലേവിൽ പങ്കെടുത്ത കാർഡിനൽസിന്റെ എണ്ണം 133 ബാലറ്റുകൾ മാത്രമാണോ ഇതിനുള്ളിൽ വീണിരിക്കുന്നത് എന്നൊരു കാര്യം നോക്കുന്നു. ഇനി ടാലി ആയില്ല എങ്കിൽ പെട്ടെന്ന് ആ ബാലറ്റുകൾ കത്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അടുത്ത ഘട്ടം വോട്ടിങ്ങിലേക്ക് കടക്കുന്നു. അപ്പോൾ ടാലി ആവുക എന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ടാലി ആയതിനു ശേഷം ഈ സ്ക്രൂട്ടനൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആദ്യത്തെ കാർഡിനാൽ ആ ബാലറ്റിൽ നിന്നും ബാലറ്റുകൾ എടുക്കുന്നു, അത് തുറന്നു നോക്കുന്നു, അതിൻ്റെ അകത്തുള്ള പേര് അദ്ദേഹം നോട്ട് ചെയ്യുന്നു. ആ ബാലറ്റ് രണ്ടാമത്തെ സ്ക്രൂട്ടനൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കാർഡിനലിന് കൊടുക്കുന്നു. അദ്ദേഹം അത് തുറന്നു നോക്കുന്നു, പേര് നോട്ട് ചെയ്യുന്നു. അദ്ദേഹം പിന്നീട് മൂന്നാമത്തെ ആ ഒരു കാർഡിനലിന് ആ ഒരു ബാലറ്റ് കൈമാറുന്നു. അദ്ദേഹം അത് തുറന്നു നോക്കി, അദ്ദേഹം അത് ഉറക്കെ പേര് വായിക്കുന്നു. എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ ഉറക്കെ പേര് വായിക്കുന്നു. ആ ഒരു സമയം ഈ എലക്ടേഴ്സ് ആയിട്ടുള്ള കാർഡിനൽസിന് മുമ്പിലും ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടാവും, അവർക്കും അത് നോട്ട് ചെയ്യാം. അതിനുശേഷം ആ ഉറക്കെ വായിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഓരോ ബാലറ്റും ഓരോ നൂലിൽ അത് കോർത്തിണക്കുന്നു. കാരണം ആ ഓരോ വോട്ടിംഗ് സെഷനിലെ ബാലറ്റുകൾ അത് ഭദ്രമായി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു നൂലിൽ അത് കോർത്തിണക്കി അദ്ദേഹം ഭദ്രമായി ടേബിളിൽ വെക്കുന്നു. പിന്നീടാണ് ഈ കൗണ്ടിങ് നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകളുടെ എണ്ണം അത് ഓരോ പ്രത്യേക ഷീറ്റിൽ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം 3-2 ഭൂരിപക്ഷം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു.
കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ അടുത്ത ചടങ്ങിലേക്ക് കിടക്കുന്നു. ഇനി ഈ മാർപ്പാപ്പ ഈ ഒരു വോട്ടിംഗ് സെഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടാലും തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും ഈ നടന്ന ചടങ്ങുകളുടെ എല്ലാം ആധികാരികത, കൃത്യത, ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട കാർഡിനൽസ്, റിവേഴ്സേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന കാർഡിനൽസ് അവർ അത് ഉറപ്പുവരുത്തും. സ്ക്രൂട്ടനൈസ് ആയി 3 കാർഡിനൽസും ചെയ്ത അതേ കാര്യം തന്നെ ഇവർ വീണ്ടും അത് ഉറപ്പുവരുത്തും. അവർ ചെയ്ത കാര്യങ്ങൾ, അവർ നോട്ട് ചെയ്ത കാര്യങ്ങൾ, പേരുകൾ, അതിന്റെ കണക്ക്, കൃത്യത ഉറപ്പുവരുത്തും. അപ്പോൾ വളരെ ആധികാരികമായി വളരെ കൃത്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടിംഗ് പ്രോസസ്സാണ് സഭയിൽ നടക്കുന്നത്. ഇനി മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അടുത്തൊരു നടപടി എന്ന് പറയുന്നത് ജൂനിയർ കാർഡിനൽ ഡീക്കൻ, പുറത്ത് നിൽക്കുന്ന സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജ്, മാസ്റ്റർ ഓഫ് ദി പൊണ്ടിഫിക്കൽ സെറമണീസ്, അവരെ അകത്തേക്ക് വിളിക്കുന്നു. അതിനുശേഷം കാർഡിനൽ കോളേജിലെ സീനിയർ ആയിട്ടുള്ള കാർഡിനൽ അദ്ദേഹം ഈ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട, എലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയോട് ചോദിക്കുന്നു, ഈ ഇലക്ഷൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം സ്ഥാനിക നാമം എന്താണ് ചൂസ് ചെയ്യുന്നത് എന്ന് ഈ വ്യക്തിയോട്, ഈ കാർഡിനലിനോട് ചോദിക്കുന്നു. പിന്നീട് ഈ സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ, ഈ സ്ക്രൂട്ടനൈസ്, ഇവരെല്ലാവരും ഒന്നു ചേർന്നാണ് പിന്നീട് ഈ ബാലറ്റ് കത്തിക്കുന്നത്. ബാലറ്റ് കത്തിച്ചതിന് ശേഷം മാത്രമാണ് ഈ കാർഡിനൽസ് ഈ കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിന്റെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ ഉള്ളിൽ നടക്കുന്ന ചടങ്ങുകൾ, ഇത്രയും ചടങ്ങുകളാണ് നടക്കുന്നത്. പിന്നീട് അതിനുശേഷമാണ് നമുക്കറിയാം വിലാപമുറി എന്നൊക്കെ അറിയപ്പെടുന്ന സിസ്റ്റൈൻ ചാപ്പലിന്റെ സമീപത്തുള്ള ആ ഒരു മുറിയിലേക്ക് ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട കാർഡിനൽ പോകുന്നു. അവിടെ അദ്ദേഹത്തിനായിട്ട് തിരുവസ്ത്രങ്ങൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. വിലാപമുറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ അത് തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിന്റെ ആ ഒരു ബാഹുല്യം കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ചില മാർപ്പാപ്പമാരൊക്കെ കരയാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിലാപമുറി എന്നൊക്കെ അറിയപ്പെടുന്നത്. സിസ്റ്റൈൻ ചാപ്പലിന് ചേർന്നുള്ള ഒരു കൊച്ചു റൂമാണ്. അവിടെ വെച്ച് അദ്ദേഹം തിരുവസ്ത്രങ്ങൾ അണിയുന്നു. പിന്നീടാണ് കാർഡിനൽ തിരുസംഘത്തിന്റെ ായിട്ടുള്ള കാർഡിനൽ ഡൊമിനിക് മമ്പർട്ടി, അദ്ദേഹമാണ് ഈ ഏറ്റവും ആദ്യം ഈ കോൺക്ലേവ് നടക്കുന്ന ആ ഒരു സമയത്ത് നടന്നതിന് ശേഷം ആദ്യമായി പൊതുജനത്തെ അഭിസംബോധന ചെയ്യുന്ന കാർഡിനൽ, പൊതുജനത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കാർഡിനൽ പ്രോട്ടോഡീക്കനായിട്ടുള്ള കാർഡിനൽ ഡൊമിനിക് മമ്പർട്ടിയാണ്. ഹബേമുസ് പാപ്പാം എന്ന് പറയുന്ന സുപ്രസിദ്ധമായിട്ടുള്ള വാചകം, വി ഹാവ് എ പോപ്പ് എന്ന് പറയുന്ന ആ ഒരു വാചകം അദ്ദേഹം ആഹ്വാനം ചെയ്യും. ആദ്യം ഹബേമുസ് പാപ്പാം എന്ന് പറഞ്ഞതിന് ശേഷം ഈ എലക്ട് ചെയ്യപ്പെട്ട കാർഡിനലിന്റെ ഒറിജിനൽ നെയിം, ബർത്ത് നെയിം, പിന്നീട് സർനെയിം, അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന സ്ഥാനിക നാമം അദ്ദേഹം ഉച്ചരിക്കും. ഈ സ്ഥാനിക നാമം സംബന്ധിച്ച് നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 913 ശേഷം വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെയുള്ള മാർപ്പാപ്പയാണ്. എന്നാൽ 1978 ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ് ഒരു ഡബിൾ നെയിം, ഇതുവരെ സ്വീകരിക്കാത്ത ഒരു ഡബിൾ നെയിം, ജോൺ പോൾ എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിച്ച ഒരു മാർപ്പാപ്പ. നമുക്കറിയാം ഈ പേരിനോട് ചേർന്നുള്ള ന്യൂമറൽ അത് ഒരുപക്ഷെ ഉപയോഗിക്കാതിരിക്കാം. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായിട്ടാണ് അത്തരം ഒരു പേര് സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ഫ്രാൻസിസ് ഒന്നാമൻ എന്നൊരു വാചകം യൂസ് ചെയ്തില്ല. അതേസമയം ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ജോൺ പോൾ ഒന്നാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പേര് ന്യൂമറൽസ് യൂസ് ചെയ്യാതിരിക്കാം. അത് ഓരോ കീഴ്വഴക്കങ്ങളാണ്. ഒരുപക്ഷെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കേസിൽ വന്നപ്പോൾ ജോൺ പോൾ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. കാരണം തൊട്ടു മുന്നത്തെ പാപ്പയുടെ അതേ പേര് തന്നെ പിന്നീട് വരുന്ന മാർപ്പാപ്പ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ന്യൂമറൽ പറയാനും പറയാതിരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്നതാണ്. ഏറ്റവും കൂടുതൽ മാർപ്പാപ്പമാരുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത് ജോൺ എന്നൊരു പേരാണ്. ഏകദേശം 21ഓളം തവണ ജോൺ എന്നൊരു പേര് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെനഡിക്ട് എന്നൊരു പേര് 16 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രിഗരി എന്ന പേര് 16ഓളം തവണ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള പേരാണ് ഇന്നസെന്റ്, ലിയോ, ഒപ്പം തന്നെ ബോണിഫേസ്, സ്റ്റീഫൻ, ഉർബൻ എന്നുള്ള പേരുകളൊക്കെ പലതവണ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പേരുകൾ ചൂസ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയമങ്ങളൊന്നും കത്തോലിക്ക സഭയിൽ നിലവിലില്ല. അത് ഓരോ കാർഡിനലിന്റെയും ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ഫ്രാൻസിസ് അസീസി, ഒരുപക്ഷെ ആ പേര് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കാലഘട്ടത്തിലെ പരമാചാര്യ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന, അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ബെനഡിക്ട് 16 മാർപ്പാപ്പ പേര് സ്വീകരിച്ചത് ബെനഡിക്ട് 15 മാർപ്പാപ്പയോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ബെനഡിക്ട് 15 മാർപ്പാപ്പയെ സ്വീകരിച്ച നടപടികളൊക്കെ വളരെ ശ്ലാഘനീയമായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോൺ പോൾ ഒന്നാമനോടുള്ള ഒരു ആദര സൂചകം. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ പേര് സ്വീകരിച്ചത് പോൾ 6 മാർപ്പാപ്പയോടും ജോൺ 23 മാർപ്പാപ്പയോടുമുള്ള ഒരു ആദര സൂചകം. ഈ പേര് നമുക്കറിയാം, ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആദിമ നൂറ്റാണ്ടുകളിലൊക്കെ അതേ പേരുകൾ തന്നെയായിരുന്നു. അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട അതേ വ്യക്തിയുടെ അതേ പേര് തന്നെയായിരുന്നു അവർ ചൂസ് ചെയ്തത്. എന്നാൽ AD 500 ആ ഒരു കാലഘട്ടത്തിൽ
ഞാൻ കൃത്യം വർഷം ഇപ്പോൾ ഓർക്കുന്നില്ല. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വൈദികനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് മാർപ്പാപ്പയായി. അദ്ദേഹത്തിന്റെ പേര് മെർസൂലിയസ് എന്നായിരുന്നു. അപ്പോൾ റോമൻ ഒരു ദേവന്റെ പേരാണ് ഈ മെർക്കുറി എന്ന് പറയുന്നത്. അപ്പൊ പോപ്പ് മെർക്കുറി അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടാൻ അദ്ദേഹം താല്പര്യമില്ലാത്ത കാരണം അദ്ദേഹം ജോൺ രണ്ടാമൻ എന്നൊരു പേര് സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രം നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഹബേമൂസ് പാപ്പ എന്ന് പറയുന്ന അനൗൺസ്മെന്റിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ പുതിയ മാർപ്പാപ്പ ഈ വത്തിക്കാനിലെ സെൻട്രൽ ബാൽക്കണിയിൽ എത്തുന്നു. അവിടെ ഓൾറെഡി ഒരു ചുവന്ന കർട്ടനൊക്കെ ഓൾറെഡി വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം മാർപ്പാപ്പ ആദ്യമായി തന്റെ ഉറുബിയത്തോർബി ആശീർവാദം നൽകുന്നു. ഓരോ മാർപ്പാപ്പമാരും വളരെ വ്യത്യസ്തതകൾ തന്റെ ആദ്യമായി വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ പല വ്യത്യസ്തതകളും സമ്മാനിച്ചിട്ടുണ്ട്. ഉദാഹരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായി അദ്ദേഹം തലകുനിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞത് അന്ന് 2013 മാർച്ച് മാസത്തിൽ ഇവിടെ തടിച്ചുകൂടിയ വത്തിക്കാൻ ചരിത്രത്തിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെയാണ് സ്വാധീനിച്ചിരുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സ്വവിശിഷ്ടമായിട്ടുള്ള ഒരു ആംഗ്യമുണ്ട്, ഇങ്ങനെ ആശ്ലേഷിക്കുന്ന രീതിയിലുള്ള ഒരു ആംഗ്യം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ചില വ്യത്യസ്തതകളൊക്കെ പുലർത്തിയിരുന്നു. അപ്പോൾ നമുക്ക് പല വ്യത്യസ്തതകളും നമുക്ക് കാണാൻ സാധിക്കും.